അറബിക് കവിതാ മത്സരവേദികളിൽ പതിവായി കേട്ടിരുന്ന പേരായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച കോട്ടൂർ ആലവിക്കുട്ടി മൗലവിയുടേത്. 1980 നടന്ന ഭാഷാ സമരമാണ് കവിത എഴുത്തിൽ സജീവമാകുന്നതിന് ഇടയാക്കിയത്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. അറബി കവിതാ സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായിരുന്നു കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ കോട്ടൂർ ആലവിക്കുട്ടി മൗലവി. 1943 കോട്ടയ്ക്കലിലെ കോട്ടൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 1980കളിൽ അറബി ഭാഷാ പഠനത്തിന് എതിരെയുള്ള കരിനിയമങ്ങൾക്കെതിരെ അദ്ദേഹം എഴുതിയ പ്രതിഷേധ കവിതകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രാദേശിക വിഷയങ്ങൾ മുതൽ ആഗോള രാഷ്ട്രീയ ചലനങ്ങൾ വരെ തൂലികയ്ക്ക് വിഷയമായി. അദ്ദേഹം എഴുതിയ കവിതകൾ സ്കൂൾ കലോത്സവങ്ങളിലും ജമയത്തുൽ മുഅല്ലിമീൻ കലാമേളകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ഗവേഷകർ മൗലവിയുടെ കവിതകളെ ആഴത്തിൽ പഠന വിഷയമാക്കിയിട്ടുണ്ട്. കൈപ്പറ്റ മുഹമ്മദ് മുസ്ലിയാർ, ചെറുശോല മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങി പ്രഗത്ഭരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർ. സമസ്ത മദ്രസകളിൽ കുട്ടികൾ ആലപിക്കുന്ന ആദ്യകാല ഏകീകൃത പ്രാർത്ഥനാ ഗീതം ആലവിക്കുട്ടി മൗലവിയുടെ സർഗസൃഷ്ടിയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങളും ആദരവുകളും മൗലവിയെ തേടിയെത്തിയിട്ടുണ്ട്. അറബി അധ്യാപകനായ അദ്ദേഹം വിരമിക്കുന്നതുവരെ വിവിധ സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.